ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അവിടെ റിസോർട്ടിൽ നിവിൻ തന്റെ ഫ്രണ്ടിനെ വിളിച്ച് വീട് ജപ്തിയായി, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും പലതും ചെയ്യാൻ പറ്റുമെന്ന് അത് കേട്ട് അങ്ങോട്ടെത്തിയ രാജേശ്വരി പറയുക, എന്റെ മോൻ അവർക്ക് പുതിയൊരു വീട് കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, റിസോർട്ടല്ലേ, ഒരുപാട് റൂം ഒഴിവുണ്ടല്ലോ എന്ന് അമ്മ പറയേ. മകന്റെ പിന്നാലെ ചാരപ്പണിക്ക് ആളെ അയക്കുന്നത് വളരെ ചീപ്പാണമ്മ എന്ന് നിവിൻ. മകൻ നേർവഴിക്ക് തന്നെ പോവുകയായിരുന്നെങ്കിൽ എനിക്കത് വേണ്ടി വരുമായിരുന്നില്ല. പിന്നെ ഈ വിവരം ഞാൻ അറിഞ്ഞത് ചാരപ്പണി കൊണ്ടുമല്ല, നമ്മുടെ റിസോർട്ടിന്റെ അക്കൗണ്ടുകളും ആ ബാങ്കിൽ തന്നെ ശ്രദ്ധ മറ്റു പലതിലുമായതുകൊണ്ട് എന്റെ മോൻ അത് അറിഞ്ഞിട്ടുണ്ടാവണമെന്ന്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിന്റെ വില തൂക്കി നോക്കുന്ന കൂട്ടത്തിലെ പൊന്നുമോൻ അമ്മയുടെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും കാര്യം കൂടി ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ടീക്കപ്പ് റിസോർട്ടിന്റെ ഉടമ രാജേശ്വരിയുടെ 10-20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഏതെങ്കിലും ലോ ക്ലാസ് ബാങ്കിലെ ഓഫീസർക്ക് മുന്നിൽ കെഞ്ചി നിൽക്കുന്നത് എനിക്ക് കുറച്ച് ലഫ്റ്റ് ഇടണമെന്നും ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണമെന്നും ഒക്കെ പറഞ്ഞ് അവരിവിടെ വന്ന് കൈകൂപ്പി നിൽക്കാറേയുള്ളൂ എന്ന് രാജേശ്വരി ഓർമ്മിപ്പിക്കെ. അമ്മയുടെ അത്ര പണം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ എന്ന് നിവി. ഉണ്ടാവണമെന്നില്ല, അതുപോലെ ദുരഭിമാനവും വേണ്ട. അകാലത്തിൽ അനാഥമായി പോയൊരു കുടുംബത്തോട് നിനക്കുണ്ടാവുന്ന സിമ്പതിയും സോഫ്റ്റ് കോർണറും ഒക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അരവിന്ദേട്ടന്റെ മരണത്തിൽ എനിക്കും വിഷമമുണ്ട്. നിന്റെ അമ്മ രാജേശ്വരി കരിങ്കല്ലൊന്നുമല്ല. ജയപാലേട്ടനെ പോലെ തന്നെയാ ഞാൻ അരവിന്ദേട്ടനെയും കണ്ടിട്ടുള്ളത്. 20 lakhs ഞാൻ കൊടുത്തേക്കാമെന്ന് പറയേ. അവരാ വീട് തിരിച്ചെടുക്കണം, കടമായിട്ട് മതി, സൗകര്യമായിട്ട് തിരിച്ചടച്ചാൽ മതി, അപ്പൊ ആരുടെയും ആത്മാഭിമാനം മുറിപ്പെടുകയില്ലല്ലോ എന്നമ്മ പറയുന്നുണ്ടെങ്കിലും നിവിനൊന്നും വേണ്ടാതെ നിൽപ്പാ. അത് കണ്ട് നടക്കില്ല അല്ലെ? എങ്കിൽ അവർക്ക് വേണ്ടി തെണ്ടാൻ മേലാൽ എന്റെ മകൻ ഇവിടെ നിറങ്ങി പോവരുത്. ഇനി എന്റെ വാക്ക് ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇപ്പൊ അവർക്ക് വീടേ നഷ്ടമായിട്ടുള്ളൂ, നാടും കൂടി നഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് തന്നെ പായിക്കും ഞാൻ എല്ലാത്തിനും. രാജേശ്വരി വിചാരിച്ചാൽ അതും നടക്കും, മനസ്സിലായോ എന്ന് ചോദിച്ചവർ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. അപ്പോഴേക്കും അവിടെ പുഴയിൽ കുളിക്കാനെത്തുകയാ നിളയും യമുന. നിള വെള്ളത്തിലിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും യമുന അവളെ തടഞ്ഞ്, ഇറങ്ങല്ലേ, ഞാൻ ഈ തുണികളൊക്കെ കഴുകട്ടെ, എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി എന്ന് പറയുക. നിളയം പാറക്കെട്ടിലൂടെ നടന്നു നീങ്ങി കാഴ്ചയെ നോക്കി നിൽക്കുകയാ. അപ്പോഴാണ് യമുന അവളെ വിളിച്ച്, നിളെ, നിന്നോട് എനിക്ക് രഹസ്യമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്താ യമുന ചെയ്യുന്ന നിള ചോദിക്കേ. നീ എന്തിനാടി ആ ഗീത ചേച്ചി പിച്ചതൊക്കെ വിനീതേട്ടനോട് ചെന്ന് പറയാൻ നിന്നെ എന്ന് യമുന ചോദിക്കേ. അയ്യോ ചേച്ചി, സത്യമായിട്ടും ഞാനൊന്നും പറഞ്ഞില്ലെന്നേ എന്ന് നിള. പിന്നെ നീ പറയാതെ എങ്ങനെയാ വിനീതേട്ടൻ ആ കാര്യം അറിഞ്ഞേ എന്ന് യമുന ചോദിക്കും. പറഞ്ഞില്ല ചേച്ചി എന്ന് പറഞ്ഞ് നിള വീണ്ടും പുഴയിലേക്ക് നോക്കി നിൽക്കും. യമുനയും തുണിയലക്കാൻ തുടങ്ങിക്കൊണ്ട്, വിനീതേട്ടൻ ആ കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രം ഇന്നലെ സുജാതമായി ആ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ നമ്മളെല്ലാവരും ആ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എന്നൊക്കെ യമുന വിളിച്ചു പറയുന്നതിനിടയിൽ പാറക്കെട്ടിൽ നിൽക്കുന്ന നിളയ്ക്ക് ചെറുതായി തലകറക്കം വരികയാണ്. നമ്മളെ നുള്ളിയതും പിച്ചിയതുമൊക്കെ ആരോടെങ്കിലും പറയാവോ? മുതിർന്നവരാവുമ്പോ ചിലപ്പോ ശിക്ഷിച്ചെന്നൊക്കെ ഇരിക്കും. അമ്മയോ ഗംഗേച്ചിയോ ഒന്നും പറയത്തില്ല. കാവേരി ചേച്ചിയാണെങ്കിൽ ഈ കാര്യം വിനീതേട്ടനോടൊന്നും പോയി പറയാം, നേരെ പോയി ചോദിച്ചേനെ. ദേ, വെറുതെ കള്ളം പറഞ്ഞാലേ കണ്ണ് കാക്ക കൊത്തി പറിക്കുവേ. യമുന പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിള അവിടെ തലകറങ്ങി പാറക്കെട്ടിൽ വീണിരുന്നു. ബക്കറ്റിൽ വെള്ളമെടുത്ത് തിരിഞ്ഞ യമുന നിളയെ കാണാതെ അയ്യോ നിളെ എന്ന് വിളിച്ച് പരിഭ്രമത്തോടെ അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും പാറക്കെട്ടിൽ വീണ് കിടക്കുന്ന നിളയാണ് കാണുന്നത്. പരിഭ്രമത്തോടെ അവളെ താങ്ങിയെടുത്ത്, മോളെ നിളെ, കണ്ണു തുറക്കടി എന്ന് പറഞ്ഞ് ശ്വാസമുണ്ടോന്നൊക്കെ നോക്കി അവൾ സങ്കടത്തോടെ പൊട്ടിക്കരയുക. അയ്യോ, ഈ അവസ്ഥയിൽ ഇവളെ ഞാൻ എങ്ങനെയാ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്? ഗംഗേച്ചിയും കാവേരി ചേച്ചിയും ഒന്നും വീട്ടിലില്ല. സുജാതമായി തിരിഞ്ഞു പോലും നോക്കില്ല. മോളെ നിളെ, കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവളെ ആശുപത്രിയിൽ എത്തിക്കണം എന്ന് ചിന്തിച്ച് അവളെയും കോരിയെടുത്ത് റോഡിലേക്ക് പോവുക. റോഡിലെത്തി അവൾ പല വണ്ടികൾക്കും കൈ കാണിക്കുന്നുണ്ടെങ്കിലും ഒന്നും നിർത്താതെ ഓടിച്ചു പോവുക. മൊബൈൽ പുഴക്കരയിൽ വെച്ച കാര്യമൊക്കെ അവൾ സങ്കടത്തോടെ, മോളെ നിളെ, കണ്ണു തുറക്ക്, ഈ യമുനേച്ചിയെ പേടിപ്പിക്കല്ലേ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞ് നിളയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയായി യമുന. അപ്പോഴാണ് ഹോൺ അടിയോടുകൂടി ഒരു കാർ അങ്ങോട്ട് വരുന്നത് കണ്ട്, ചേട്ടാ വണ്ടി ഒന്ന് നിർത്തണേന്ന് യമുന വിളിച്ച് പറയുമ്പോഴേക്കും ആ കാർ മുന്നിൽ ബ്രേക്ക് ഇട്ട് നിർത്തുക. ഇത് റിവേഴ്സ് എടുക്കുമ്പോഴേക്കും, ചേട്ടാ ഒന്ന് സഹായിക്കുമെന്ന് യമുന വിളിച്ച് പറയുകയാ. ആ കാർ ഓടിച്ചു വന്നത് നരയനായിരുന്നു. അവൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി നോക്കുമ്പോഴേക്കും, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എമർജൻസിയാ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പെട്ടെന്ന് എത്തിക്കോ എന്ന് യമുന കരഞ്ഞു വിളിച്ച് ചോദിക്കുമ്പോഴേക്കും അവൻ അവളോട് കയറാനായി പറയുകയാ. യമുന നിളയെയും പൊക്കിയെടുത്ത് കാറിനരികിലെത്തി, ചേട്ടാ ഡോർ തുറക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ചേട്ടാ എന്ന് യമുന പറയുന്നുണ്ടെങ്കിലും നരയൻ ഒന്നും മിണ്ടാതെ ഇരിക്കുക. അവളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഡോർ തുറന്ന് സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട്, മോളെ കണ്ണു തുറക്കും മോളെ എന്ന് സങ്കടത്തോടെ നിളയെ വിളിക്കേ. കൊച്ചെ, ആ ഡോർ അടക്കി എന്ന് ദേഷ്യത്തോടെ നരയനും. അവൾ പരിഭ്രമത്തോടെ ഡോർ അടയ്ക്കുമ്പോഴേക്കും നരയൻ കാറും എടുത്ത് പോവുകയാണ്. നരയന്റെ കാർ ആശുപത്രി ലക്ഷ്യമാക്കി പോകുമ്പോഴേക്കും, ചേട്ടാ ഒന്ന് പെട്ടെന്ന് വണ്ടി വിടുമെന്ന് യമുന കരഞ്ഞു വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് കേൾക്കേ നരയനും ഫുൾ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയാണ്. അങ്ങനെ വണ്ടി ചീറിപ്പാഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും
യമുനയുടെ ഇരിപ്പും നിളയുടെ കിടപ്പും എല്ലാം കണ്ട് നരയൻ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി അറ്റൻഡറെ വിളിക്കുകയാണ്. അത് കേൾക്കെ അറ്റൻഡറും നഴ്സുമാരും സ്ട്രെച്ചറുമായി വന്ന് നിളയെ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും യമുനയും മോളെ നിളയെന്ന് വിളിച്ച് അവരുടെ കൂടെ പോവുകയാണ്. അതൊന്നും കാര്യമാക്കാതെ നരയനും തന്റെ കാറിനടുത്തേക്ക് നീങ്ങുകയാണ്. സ്ട്രെച്ചറിൽ കിടക്കുന്ന നിളയെ നോക്കി ചേട്ടാ ഒന്ന് വേഗം കൊണ്ടുപോകുമെന്ന് അറ്റൻഡറോടായി പറയുന്നതിനിടയിൽ യമുന നടന്നു നീങ്ങുന്ന നരയനെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ശാരദയും അച്ചമ്മയും കുളിക്കാനിറങ്ങിയ യമുനയെയും നിളയെയും കാണാതെ തിരഞ്ഞ് പുഴക്കരയിലേക്ക് എത്തുകയാണ്. കയ്യിലൊരു വടിയുമായി ദേഷ്യത്തോടെയാണ് ശാരദയുടെ വരവ്. കാണുന്നുമില്ല, രണ്ടിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് ശാരദ പറയെ കുളിമുറി അടച്ചുപൂട്ടി കുളിക്കുന്ന പിള്ളേരല്ലേ. പുഴ കണ്ടപ്പോ ദേഹം തണുക്കെ കുളിക്കണമെന്ന് തോന്നിക്കാണും, അല്ലാതെ എന്തു പറയാനായെന്ന് അച്ചമ്മയും. എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഇല്ല അമ്മ. ഫോൺ വിളിച്ച അവളുമാർക്കൊന്ന് എടുത്താലെന്താ, പെൺപിള്ളേരാണെന്നുള്ളൊരു ബോധം വേണ്ട എന്നൊക്കെ തമ്മിൽ പറഞ്ഞുകൊണ്ട് അവർ പുഴക്കരയിലേക്ക് എത്തുമ്പോഴേക്കും പിള്ളേരെന്തടി എന്ന് അച്ചമ്മയും ശാരദയോടായി ചോദിക്കുക. പിള്ളേരിത് എവിടെ പോയി കിടക്കുക എന്ന് അച്ചമ്മ വീണ്ടും ചോദിക്കേ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരദ പുഴക്കരയിൽ ആകെ നോക്കുന്നുണ്ടെങ്കിലും ഇവിടൊന്നും കാണുന്നില്ലല്ലോ അമ്മ. ദേ നോക്കിയേ, പിള്ളേരുടെ ഡ്രസ്സ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് പാറക്കെട്ടിൽ വെച്ച അവരുടെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരിവിടെ പോയിടെയെന്ന് അച്ചമ്മ ടെൻഷനോടെ ചോദിക്കേ. അതിനാ പെണ്ണ് ഫോൺ എടുത്തിട്ട് വേണ്ടേ, അഹങ്കാരി എന്ന് പറഞ്ഞ് ശാരദ അവളുടെ മൊബൈലിലേക്ക് വിളിക്കുക. അപ്പോഴാണ് പാറക്കെട്ടിലെ ആ ഡ്രസ്സിനിടയിൽ യമുനയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അച്ചമ്മ പരിഭ്രമത്തോടെ അതെടുത്തു നോക്കിക്കൊണ്ട് ഇത് യമുനയുടെ ഫോണല്ലേടി, എന്റെ പിള്ളേർക്ക് എന്ത് പറ്റിയടി എന്ന് കരച്ചിലോടെ ചോദിക്കേ. ഈശ്വര, എന്റെ മക്കള് എന്ന് പറഞ്ഞ് ശാരദയും നെഞ്ചത്ത് കൈവയ്ക്കുകയാണ്. അപ്പോഴേക്കും ശാരദയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഫോൺ എടുക്കടിന്ന് അച്ചമ്മ പറയുമ്പോഴേക്കും ശാരദയും പെട്ടെന്ന് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള യമുനയുടെ കോളായിരുന്നു. അമ്മയെന്ന് യമുന വിളിക്കേ. എടി മോളെ, നീ ഇത് എവിടെയാ, ഏതാ ഈ നമ്പർ എന്നമ്മ ചോദിക്കേ. ഞാൻ ഹോസ്പിറ്റലിലെ അമ്മേ എന്ന് യമുന. അയ്യോ ഹോസ്പിറ്റലിലോ, എന്തു പറ്റി എന്നമ്മ ചോദിക്കുക. എന്തു പറ്റി ശാരദ എന്ന് പരിഭ്രമത്തോടെ അച്ചമ്മയും ചോദിക്കുക. അമ്മയെ ടെൻഷൻ ആവല്ലേ, ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന യമുന പറയേ. എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറ, അച്ചമ്മ കൂടെ ഉണ്ട് മോളെ, പറ എന്ന് ശാരദ പറയേ. അമ്മ ആ ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിടും, അച്ചമ്മയും കൂടി കേട്ടോട്ടെ എന്ന് യമുന. അമ്മേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിളയ്ക്കൊരു അപകടം പറ്റിയ എന്ന് യമുന പറയുന്നത് കേൾക്കെ. അയ്യോ കൊച്ചിനെന്ത് പറ്റി, പറ എന്ന് പരിഭ്രമത്തോടെ ശാരദ. എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നാ പറ്റിയെന്ന് അച്ചമ്മയും സങ്കടത്തോടെ ചോദിക്കുകയും. അത് കേൾക്കെ യമുനയും അമ്മേ ഇങ്ങനാണെങ്കിൽ ഞാനൊന്നും പറയില്ല കേട്ടോ, ഇവിടുന്ന് ഒരാളുടെ ഫോൺ വാങ്ങിച്ചിട്ടാ സംസാരിക്കുന്നത് എന്ന് പറയേ. നീ കാര്യം പറയുന്ന ശാരദയും. യമുന നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കഴിയുമ്പോഴേക്കും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ എന്ന് അമ്മയും. കുഴപ്പമൊന്നും ഇല്ലമ്മേ, ഡീഹൈഡ്രേഷൻ ആണെന്നാ ഡോക്ടർമാര് പറഞ്ഞു, പിന്നെ ഫുഡിന്റെ കുറവുമുണ്ട് എന്ന് യമുന പറയുന്നത് കേൾക്കെ. അത് വലിയ കുഴപ്പമല്ലേ മോളെ എന്ന് അമ്മയും ചോദിക്കുക. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോ ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുക. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുറച്ചു സമയം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോവാന്നാ ഡോക്ടർ പറഞ്ഞു എന്നവൾ പറയേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് അമ്മ. വരണ്ടെന്ന് പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചത്. ഗംഗേച്ചിയും കാവേരി ചേച്ചിയും ബാങ്കിൽ പോവാനായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് യമുനയും. എന്നാലും മോളെ എങ്ങനെയാ എന്ന് അമ്മ ചോദിക്കും. വരണ്ടമ്മേ, ഞാൻ ഫോൺ വെക്കുവാണേ, ഇനി ഈ നമ്പറിലോട്ട് വിളിക്കണം. ഗംഗേച്ചിയും കാവേരി ചേച്ചിയും ഒക്കെ ഇപ്പൊ എത്തും, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോ എന്ന് പറഞ്ഞവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. കരച്ചിലൂടെ എന്തൊക്കെയാ ശാരദ ഈ നടക്കുന്നതെന്ന് അച്ചമ്മ ചോദിക്കേ. എനിക്കറിയില്ല അമ്മ, എനിക്കൊന്നും അറിയില്ല അമ്മ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാരദയും ആ പാറക്കെട്ടിലേക്ക് ഇരിക്കുകയാണ്. ആഹാരക്കുറവെന്നൊക്കെയാ ഡോക്ടർമാര് പറഞ്ഞത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വര, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയല്ലോ ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്ന് പറഞ്ഞ് ശാരദ സങ്കടത്തോടെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നത് കാണേ. എനിക്കിത് കാണാൻ വയ്യന്റെ ദേവി എന്ന് പറഞ്ഞ് അച്ചമ്മയും പൊട്ടിക്കരയുകയാ. ഇങ്ങനെയൊരവസ്ഥ ആർക്കും വരുത്തല്ലേ ദൈവമേ എന്ന് പറഞ്ഞ് ശാരദയും പൊട്ടിക്കരയുകയാ. അപ്പോഴേക്കും ഗംഗയും കാവേരിയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയാ. അവരെ കണ്ട് ചേച്ചിയെന്ന് വിളിച്ച് സങ്കടത്തോടെ യമുന കരയുമ്പോഴേക്കും അവരും യമുനയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നിളമോൾ എവിടെ എന്ന് ചോദിക്കുക. യമുനയും നിള കിടക്കുന്നിടത്തേക്ക് ചൂണ്ടുകയാ. അവിടെ വാർഡിൽ കിടത്തിയിരിക്കുന്ന നിളയുടെ അടുത്തേക്ക് ചെന്ന് മോളെ എന്ന് ഗംഗ അവളെ വിളിക്കും. വാർഡിൽ റൗണ്ട്സിനിറങ്ങിയ ഡോക്ടറും ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ, ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, മയക്കം കഴിഞ്ഞ ഉടനെ ആളിനെ വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറയേ. ഡോക്ടർ വേറെ കുഴപ്പം എന്തെങ്കിലും എന്ന് കാവേരി ചോദിക്കുക. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഓക്കെ, ആള് കുറച്ച് അനീമിക്ക എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റിന് എഴുതി കൊടുത്ത് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്യ്, റിസൾട്ട് കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറയേ. ഡോക്ടർ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് കാവേരി വീണ്ടും ചോദിക്കുക. ഏയ് ചെറിയൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഓക്കെ പറഞ്ഞ് ഡോക്ടറും അവിടെ നിന്ന് നീങ്ങുക. അപ്പോഴേക്കും ഗംഗ യമുനയുടായി ചോദിക്കുക. നിങ്ങൾ എവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ എങ്ങോട്ടാ പോയത്? ഒന്നും പറയാൻ നിന്നില്ല ഗംഗേച്ചി എന്ന് യമുന പറയേ. നീ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടേ ഇല്ല എന്ന് കാവേരി. കണ്ടിട്ടില്ലെന്ന് യമുന പറയേ. കാവേരിയും ഗംഗയും സംശയത്തോടെ നിൽക്കും. അപ്പോഴേക്കും നരേനും തന്റെ കാറിൽ ഫുൾ സ്പീഡിൽ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരുന്നു. ബാങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഗംഗയും കാവേരിയും യമുനയോടായി വിവരിക്കുമ്പോഴേക്കും വീട് തിരിച്ചെടുക്കാൻ മൊത്തം പണവും അടയ്ക്കണമെന്നത് കുറച്ച് അതിക്രമമല്ല എന്ന് യമുന ചോദിക്കേ. അതെ, കിട്ടിയ സന്ദർഭം ഉപയോഗിക്കുക, അവര് വീട്ടിൽ നിറങ്ങി കൊടുത്തില്ലേ എന്ന് ഗംഗയും. നമ്മള് 3-4 പെൺകുട്ടികളല്ല, നമുക്ക് വേണ്ടി ആരാ ചോദിക്കാനും പറയാനും ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ട്, നമുക്ക് ജയപാലനങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് എന്ന് യമുന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പരിസര ബോധം പോലും ഇല്ലാതെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് കാവേരിയും ഒച്ച വെക്കുകയാ. അവളുടെ ബഹളം കണ്ട്
ഹോസ്പിറ്റലിലുള്ളവർ ശ്രദ്ധിക്കുമ്പോഴേക്കും കാവേരി എന്ന് വിളിച്ച് ഗംഗ അവളെ താക്കീത് ചെയ്യുകയാണ്. ഇതിനൊക്കെ ഞാൻ പിന്നെ എന്ത് മറുപടിയാ ഗംഗേച്ചി പറയേണ്ടത്? എത്രയും പെട്ടെന്ന് വീട് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യനും കൂടിയല്ലേ നമ്മളെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ബാങ്കിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പരിഹരിച്ചോ? അങ്കിളെ, ബാങ്കിൽ അടയ്ക്കേണ്ട പണം എത്രയാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ചെറു വിരൽ അനക്കിയില്ല ആ മനുഷ്യൻ. എന്നിട്ട് ഇപ്പോഴും ഓരോരുത്തര് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജയപാൽ അങ്കിള് ശരിയാക്കും, ജയപാൽ അങ്കിള് ശരിയാക്കും, ജയപാൽ അങ്കിള് ശരിയാക്കുമെന്ന്. വീണുകിടക്കുന്നത് പടുകുഴിയിലാണെന്നറിയാം. ചിലപ്പോ ഇനിയും താഴോട്ട് വീഴുമായിരിക്കും. എങ്കിലും ആരുടെയും സഹതാപവും വേണ്ട, സഹായ വാഗ്ദാനവും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂവെന്ന് മനസ്സിലാക്കുക എന്ന് കാവേരി അവരെ ഓർമ്മിപ്പിക്കുന്നതോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കയ്യിലുള്ള സ്വർണമെല്ലാം വിറ്റ് ഗംഗയും കാവേരിയും യമുനയും ലോൺ അടയ്ക്കാനുള്ള ക്യാഷ് സംഘടിപ്പിക്കുന്നതും എന്നിട്ടും വീട് തരാൻ തയ്യാറാവാതെ നിൽക്കുന്ന ബാങ്ക് ജീവനക്കാരോട് കാവേരി കയർക്കുന്നതും അത് കണ്ട് അങ്ങോട്ടെത്തുന്ന നരയൻ ആ വീട് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ബാങ്ക് മാനേജരെ താക്കീത് ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.